Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Oppo Find X9ന്റെ ഒരു റിവ്യൂ ആണ്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വിത്ത് ഏപ്രിൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും. അത് മാത്രമല്ല വെറും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് അല്ല, ഒരു വലിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻക്ലൂഡിങ് കുറേ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ശരിക്കും ക്യാമറയൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നു ക്യാമറൻ്റെ സൂം ടെസ്റ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറിച്ചൊരു ഞാനത് യൂസ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് 25 ദിവസമായ ഫോണാണ്. നമ്മളിത് ആക്ച്വലി സെൽ ഔട്ട് ചെയ്യുന്ന ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഫുൾ ബില്ലും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡ് കളർ 12GB 256GB മോഡലാണ്. ഞാനിത് നല്ല ഓഫർ വന്നാൽ മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇതെൻ്റെ മൂന്നാമത്തെ ഫോണായിട്ട് ഞാൻ ഉപയോഗിക്കാന്നിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ OnePlus ആകെ നമ്മുടെ ക്യാമറ സെഗ്മെന്റ്സ് നിന്നൊക്കെ മാറിപ്പോയി. അത് പെർഫോമൻസ് വേണ്ട ഫോണായി. ഞാൻ ആക്ച്വലി ആദ്യം നമ്മുടെ മൂന്നാമത്തെ ഫോണായിട്ട് OnePlus 15 എടുത്താലും വിചാരിച്ചാണ്. പിന്നെ അത് വേണ്ട വെച്ചാണ്. എന്ന് വെച്ചാൽ Oppo Find X9 10 ഇറങ്ങാൻ പോകുന്നുണ്ട്. അതും സെയിം ഡിസൈനൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊന്നും പഴയതൊന്നും ആവാഞ്ഞ് പോകുന്നില്ല. പിന്നെ അറിയാവുന്ന പോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ, ഒപ്പോൻ്റെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ഫോണാണ് നമ്മുടെ ഈ Vivo X300 ഒക്കെ വെല്ലുന്നില്ല. വിവോൻ്റെ അൽഗോരിതമാണ് കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ ഓൾമോസ്റ്റ് കട്ടക്കൊക്കെ നിൽക്കുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി ആഫ്റ്റർ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കളർ വോയിസ് ആണ്, ഓക്സിജൻ വോയിസ് പോലെ തന്നെ സെയിം, ഒരു ഡിഫറൻസും ഇല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ആൻഡ്രോയിഡ് UI എന്നൊക്കെ പറയാവുന്ന നമ്മുടെ One UI പോലെ തന്നെ. എനിക്ക് ആക്ച്വലി One UI ആണ് ആദ്യം ഫസ്റ്റ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ആ കളർ വോയിസ് ഉള്ളൂ. കുറേ പേർക്ക് കളർ വോയിസ് ആയിരിക്കും. രണ്ടും നല്ല പോലെ പോളിഷ്ഡ് ആയിട്ടുള്ള ബഗ് ഫ്രീ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ iOS-ലാണല്ലോ ഫുള്ള് ബഗ്, ആൻഡ്രോയിഡിലല്ലോ. അപ്പോൾ ഇതെന്തായാലും നമുക്കിതിൻ്റെ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്കായിട്ടുള്ളൊരു റിവ്യൂ വേണമെന്ന് പറയാം. വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. ഞാൻ ഫോട്ടോസും കുറേയൊക്കെ കാണിച്ചു തരാം ഇമ്പ്രൂവ്മെൻ്റ് ആയ സംഭവമൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കിടക്കാണ്ട് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പരിചയം, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ്. GHH വേൾഡ് കാണാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലുണ്ട് കുട്ടാപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ടെക്കും ഫിനാൻസും ഉണ്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ, അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തൊക്കെ കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഇറക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു കോമ്പാക്ട് ഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ബിഗ് ഫോൺ എന്നും പറയാൻ പറ്റില്ല. അതിനിടയിൽ വരുന്നൊരു ഫോണാണ്. 6.6 ഇഞ്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ ആയിട്ട്. ബെസലൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെസലൊക്കെ ഭയങ്കര കുറവാണ്. കണ്ടോ, നമുക്കിത് നിങ്ങൾ ആക്ച്വലി വിവോൻ്റെ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഫോണായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വിവോൻ്റെ കാര്യം പറഞ്ഞത്. ഇതിൻ്റെ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെസൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനാണ് കുറച്ചുകൂടി തിൻ ബെസൽ വരുന്നത്. ഡിസ്പ്ലേയും കിടിലൻ തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേയിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സാധനം, നമ്മുടെ മോട്ടോറോള സിഗ്നേച്ചർ. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ. എസ്പെഷ്യലി നിങ്ങൾ എന്താ പറയുക മീഡിയ കൺസ്പെഷനൊക്കെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ. വലുതുമാണ്, വൈഡുമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേ ടോപ്പ് നോച്ച് തന്നെ ഞാൻ പറയാനുള്ളൂ. ഒന്നും AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും സ്പെക്സും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കില്ല. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ഞാൻ 10 ഔട്ട് ഓഫ് 10 തന്നെ ഡിസ്പ്ലേക്ക് കൊടുക്കും. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇമ്പ്രൂവ്മെൻറ്റ് വന്നേക്കുന്ന ഏരിയ ഞാൻ ഓൾറെഡി പറയാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ആ അപ്ഡേറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്ഡേറ്റ്സിൻ്റെ സംഭവം ഒന്ന് കാണിച്ചു തരാം. അവിടെ പോയി ഒപ്പോൻ്റെ ഇപ്പം ഇതിൻ്റെ ലേറ്റസ്റ്റ് വന്നേക്കുന്നത് 16.0.7.205 ആണ്. ഇത് കളർ എന്താ പറയുക ഓക്സിജൻ വോയിസിലും 16 ആ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഓൾമോസ്റ്റ് സൈസേ ഓൾമോസ്റ്റ് ഒരു 1.9 GB സംതിങ് സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്ഡേറ്റിൻ്റെ സാധനം. കണ്ടു, കുറേ ഫീച്ചേഴ്സും സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ജസ്റ്റ് ചുമ്മാ സെക്യൂരിറ്റി വെച്ച് അപ്ഡേറ്റ് അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് പറയാം. നമ്മുടെ കളർ വോയിസിൻ്റെ നമ്മുടെ ന്യൂ ഫീച്ചേഴ്സിൻ്റെ AI ഫീച്ചേഴ്സ് കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. AI മൈൻഡ് പൈലറ്റ് എന്ന സംഭവം വന്നിട്ടുണ്ട്. AI മൈൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഓക്സിജൻ നമ്മുടെ OnePlus-ലേക്കുള്ള പരിപാടിയാണ് ഈ ബട്ടൺ ഉണ്ടല്ലോ. ഞാനത് ആക്ച്വലി ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കുന്നത് വേറെ കാര്യം. ഞാനങ്ങനെ അധികം ആർക്കാലും AI ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ChatGPT അങ്ങനത്തെ കുറച്ച് വർക്ക് റിലേറ്റഡ്, ഞാനൊക്കെ ChatGPT ആണ് വർക്ക് റിലേറ്റഡ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിൽ ജനറേഷൻ ആയാലും ഞാൻ ഉപയോഗിക്കുന്നത് ChatGPT ആണ്. ഗൂഗിളിനായിട്ടും കുറച്ചൊരു ബെറ്റർ ChatGPT ആണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഈ മോട്ടോറോള സിഗ്നേച്ചർ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇതിനോട് പെർപ്ലക്സിറ്റിയുടെ AI ഒക്കെ കിട്ടിയെന്നാണ് 6 മാസത്തെ. അതും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. എനിക്ക് ChatGPT കുറച്ച് ഇഷ്ടമായത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ തംബ്നെയിൽ ജനറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടാണ്. മറ്റേ IT പ്രോഗ്രാം സംഭവത്തിനൊന്നല്ല, ഫിനാൻസിൻ്റെ അല്ല. ഇതിൽ നമുക്ക് AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. AI മൈൻഡ് പൈലറ്റ് എന്ന സംഭവം വന്നിട്ടുണ്ട്. AI മെനു ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്.
പിന്നെ കണക്ടിവിറ്റി ഇക്കോസിസ്റ്റം, ഒപ്പോൻ്റെ ഇക്കോസിസ്റ്റം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പെർഫോമൻസിൽ കുറച്ച് സ്മൂത്ത്നെസ് ആയിട്ട്, അതായത് ലൂമിനസ് റെൻഡറിങ് എഞ്ചിൻ. നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ക്യാമറ സിസ്റ്റം വന്നിരിക്കുന്നത് ലൂമിയോ സിസ്റ്റം എന്ന സംഭവം. അതേ സംഭവം തന്നെ അത് ആക്ച്വലി പാരലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ എൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. ട്രിനിറ്റി എഞ്ചിൻ അത് വരെ നിങ്ങൾക്ക് OnePlus നോക്കി കഴിഞ്ഞാലും കാണും ട്രിനിറ്റി എഞ്ചിൻ്റെ പരിപാടി. പിന്നെ ഒപ്പോ AI ഫീച്ചേഴ്സിൽ ട്രാൻസ്ലേറ്റ് ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു. പിന്നെ എന്താ പറയുക, സമ്മറൈസും ഓൾറെഡി ഉള്ള സംഭവം തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ AI പവേർഡ് ഫോട്ടോസും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു കുറേ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് AI റിലേറ്റഡ് സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ AI പവേർഡ് ഡോക്യുമെന്റ്സിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, ആഡ് ആൻഡ് ഓട്ടോ സേവ് ഫീച്ചർ ഫോർ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ സേവ് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീഡ് അപ്പ് ഡോക്യുമെന്റ് സ്കാനിങ്, ഫാസ്റ്റ് സ്പീഡ് കൂടിയിട്ടുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അൽഗോരിതം ബേസ്ഡ് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഹോം സ്ക്രീൻ. അതൊരു ഹോം സ്ക്രീൻ ഫീച്ചറാണ്. നമ്മുടെ എന്താ പറയുക, ഹോം സ്ക്രീൻ ആപ്പ് സോർട്ടിങ് ഫീച്ചറൊക്കെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് കാണിച്ചിട്ട് അത് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇതിൽ ആദ്യം BSNL സിം ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇതിലിപ്പോൾ ഏതാ എയർടെലാണുണ്ട് അല്ല, ഇതിലിപ്പോൾ ആണ്. വിൻ്റെ സിം എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നെറ്റ്വർക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ആദ്യം നമുക്ക് ഇതിന് മുമ്പത്തെ അപ്ഡേറ്റിൽ ആക്ച്വലി ചില സിമ്മുകൾക്ക് ജിയോനൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ BSNL ഇടുമ്പോൾ അങ്ങനെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഗെയിം അസിസ്റ്റന്റിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പവർ കൺസപ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ് കോളർ ID ഫീച്ചേഴ്സ് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ അത് ഗൂഗിളിൻ്റെ പരിപാടിയാണ്. അത് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വൈഫൈയിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതാണ് മെയിൻ ഇമ്പ്രൂവ്മെന്റ് നോട്ട്സിന്റെ കാര്യത്തിലൊക്കെ വന്നേക്കുന്നത്. ഈ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഇത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പറയുന്ന സംഭവം ഒന്നല്ല. നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ എന്താ തോന്നുന്നത് അതാണ് പറഞ്ഞത്. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കാണാപ്പാടം പിടിച്ച് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ തെറ്റൊക്കെ വരാം. അല്ലെങ്കിൽ മറ്റപോലെ കാണാപ്പാടം പിടിച്ച് എനിക്ക് അറിയാണ്ടല്ല. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നാമത് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കാരണം വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലത്തെ പോരാത്തിന് ഇതൊക്കെ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതാ ഫോൺസുകളൊക്കെ. രണ്ട് റിവ്യൂവിനിട്ടും കാര്യങ്ങളൊന്നുമല്ല. ഒന്നാമത് മലയാളത്തിൽ ഞങ്ങൾക്ക് അധികം റിവ്യൂവിനിട്ടൊന്നും കിട്ടുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ സംഭവം പറഞ്ഞു ഞാൻ ഓൾറെഡി ഡിസ്പ്ലേ പറഞ്ഞ പോലെ തന്നെ ക്യാമറ സിസ്റ്റം ഇപ്പോൾ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ക്യാമറയിലേക്ക് അടുത്തേക്ക് കിടക്കാം. നല്ലപോലെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി കാണുമ്പോൾ തന്നെ നല്ലപോലെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ തന്നെ ഒരു ഷോർട്സ് ക്യാമറ സൂം ഷോട്ട് എടുക്കുന്നതിൻ്റെ ഒക്കെ അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ ലൈവായിട്ടൊരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. സംഭവം എടുത്തു. നിങ്ങൾക്ക് X300 നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി നോക്കി നിങ്ങൾ X300 എടുത്തു കഴിഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടു, X300 എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സിങ് പോലെ നമ്മുടെ പിക്സലിലൊക്കെ വരുന്ന പോലെ ആ പരിപാടി ഉണ്ട് കേട്ടോ. ഇതിലൊന്നും ആ സംഭവമേ ഇല്ല. ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം പെർഫോമൻസിലൊന്നും ഓൾറെഡി ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. 9500 ആണ് ഡയമൻസിറ്റിയുടെ. അപ്പോൾ പണ്ടും പ്രശ്നമില്ല, എപ്പോഴും പ്രശ്നമില്ല. അപ്പോൾ പെർഫോമൻസൊക്കെ പിന്നെ ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞ റിവ്യൂ പോലെ തന്നെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ക്യാമറ പാർട്ടിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ക്യാമറ ഓവറോൾ ഞാൻ ഒരു സാമ്പിളും കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ സാമ്പിളും ഇടാം. അപ്പോൾ ക്യാമറ ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സെൽഫി ഇപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും, സെൽഫി ആയാലും നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ബാറ്ററിയിലാണ്. എനിക്കിത് ഓൾമോസ്റ്റ് ഒരു 9.5 അവറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇതിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പാണ് കമ്പയർ ടു ഇതിൻ്റെ സൈസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു അൾട്രാത്തിൻ കേസാണ്. സൈസ് ഉണ്ട്, നോർമൽ സൈസ് ഉള്ളൂ. ഓൾമോസ്റ്റ് എനിക്ക് 8 mm തോന്നുന്നുണ്ട്. ആ സൈസ് തന്നെ ഉള്ളൂ. സാധാരണ ഒരു ഫോണിൻ്റെ സൈസ് തന്നെയുള്ളൂ. ഇപ്പോൾ X300 ആയിട്ട് കമ്പയർ ചെയ്താൽ തന്നെ സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ എല്ലാം ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. പിന്നെ കുട്ടി ഫോണും അല്ല, വലിയ ഫോണും അല്ല, അങ്ങനത്തെ ഒരു സാധനം മീഡിയം കാറ്റഗറിയിൽ നിൽക്കുന്ന പരിപാടിയാണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെയും ഫീച്ചേഴ്സിൻ്റെയും കാര്യങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാട്ടോ, ഒരു പ്രശ്നമില്ല ഗെയിമിങ്ങിനൊക്കെ. പിന്നെ നമ്മുടെ ഇൻ്റർഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ColorOS 16 ലേറ്റസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഓൾറെഡി പറഞ്ഞു. അതിലും ഒരു പ്രശ്നങ്ങളോ ബ്ലോട്ട് വേസ് ഒന്നും ഇല്ല. ആകെ 2-3 നമുക്ക് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാനും പറ്റും കേട്ടോ. വേറെ ഒരു ബ്ലോട്ട് വേസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതും സോർട്ടഡ് ആണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും ആ അപ്ഡേറ്റ്സ് ആക്ച്വലി കുറേ പോലെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബട്ടൺ, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആക്ച്വലി ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അമർത്തി പിടിച്ചാൽ ക്യാമറ ഓപ്പൺ ആവും, ക്യാമറ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ iPhone 16
തൊട്ട് വന്നിങ്ങനെ ക്യാമറ ബട്ടൺ ഉണ്ടല്ലോ, ആകെ സൂം ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ സൂപ്പറായിട്ട് ഇതുകൊണ്ട് എടുക്കുകയും ചെയ്യാം. വെച്ചാൽ കറക്റ്റ് ഉണ്ട്, ആ കറക്റ്റായ ഏരിയ അല്ല, ഇവിടെ തന്നെയാണ് കറക്റ്റ്. അപ്പം ഞാൻ അടുത്ത ഫോട്ടോ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചുതരാം. ഇപ്പം തന്നെ നമ്മുടെ ക്യാമറ ബട്ടൺ യൂസ് ചെയ്ത് ഞാൻ മൂവ് ചെയ്ത ഫോട്ടോ എടുത്താണ് കണ്ടു, അതും വലിയ ബ്ലറൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് കിട്ടി കണ്ടു. അപ്പോൾ നല്ല ക്വാളിറ്റി ക്യാമറ തന്നെയാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ സാധനം ഇപ്പോൾ ആക്ച്വലി എന്താണ് ഫ്ലിപ്കാർട്ടിൽ ഇന്ന് മാത്രം, ഇത് ഇനി മാറിയെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഓഫർ വരുന്നുണ്ട്. 58, 90, 60 രൂപ. ശരിക്കും തന്നെ നോർമൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 75 രൂപയാണ്. അതിൽ ആക്ച്വലി കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 7000 ആ ഡിസ്കൗണ്ട് 67, 68 രൂപയ്ക്കൊക്കെ ഒന്ന് കിട്ടും. അതിനെക്കാട്ടും ഭയങ്കര കുറച്ചൊക്കെ കടയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ചിലപ്പോൾ അത് ഓപ്പൺഡ് ആയിരിക്കും. പറയാനൊന്നും പറ്റില്ല, സാധനം ഓപ്പൺ ചെയ്ത് സീൽ ചെയ്യാൻ ഒരു പാടൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഒരു പാടുമില്ല, ഇതിന് സ്റ്റിക്കറൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അറിയേണ്ടായിരിക്കും, ഈ വലിയ ഷോപ്പുകാരൊന്നും ഈ പരിപാടി ചെയ്യില്ല, ചെറിയ ചെറിയ കടകളാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരെന്താ എന്ത് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക, ഓൾറെഡി ഇത് ആക്ച്വലി ഞാൻ വി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ ഓപ്പൺഡ് അത് ഓൾറെഡി ഓപ്പൺ എന്ന് പറഞ്ഞാൽ അവർ വേറെ ആരോ യൂസ് ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ കൊണ്ട് സെൽ ഔട്ട് ചെയ്ത സാധനം അത്രയാണ്. അതാണ് സെക്കൻഡ്സ് തന്നെ പരിപാടി. പക്ഷേ വാങ്ങിച്ചിട്ട് ഒരു ആഴ്ചയിലുള്ളൂ, ചിലപ്പോൾ 2 ആഴ്ചയിലുള്ളൂ, 3 ആഴ്ചയിലുള്ളൊക്കെ സെൽ ഔട്ട് ചെയ്യുന്ന സാധനമാണ് ഒരു പ്രീ ഓപ്പൺഡെന്നും എന്താ അൺബോക്സ് എന്നൊക്കെ പറയുന്ന സാധനം. രണ്ട് വലിയ ചുമ്മാ ഒരു ഇത് കയറ്റി വെക്കുന്നതാണ്. പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒരു ഒഫീഷ്യൽ ബില്ല്, ഞാൻ എപ്പോഴും പറയാനുള്ള ഒഫീഷ്യൽ ബില്ല് എന്ന് വെച്ചാൽ വാറണ്ടിക്ക് ചിലപ്പോൾ വാറണ്ടി ചിലപ്പോൾ കിട്ടിയേക്കാം, ബില്ല് ഇല്ലല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഇപ്പോൾ IMEI നമ്പർ നോക്കിയിട്ടൊക്കെ കുറേ സ്ഥലത്ത് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇല്ലാത്ത സിറ്റുവേഷനും വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറിജിനൽ ബില്ല് വേണമെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കൺസ്യൂമർ ലോ അനുസരിച്ചിട്ട് ഒരു ബില്ലില്ലാണ്ട് സാധനം വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഫോണിൻ്റെ കാര്യം ഒന്നും പറഞ്ഞല്ലോ, ഇത് നമ്മുടെ പേരിൽ വരുന്ന പരിപാടി. അതിൽ എന്തെങ്കിലും ഉടായ്പമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ഓണർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അപ്പോൾ ഒഫീഷ്യൽ ബില്ല് മാത്രം വാങ്ങിച്ചു വയ്ക്കുക. അത് വാങ്ങിച്ചിട്ട് മാത്രം ഇതുപോലെ കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അത് നോക്കാൻ വേണ്ടിയാണ് ഇത് വി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് ആക്ച്വലി അവർ ആദ്യം ബില്ല് തന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ബില്ല് അയച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബില്ല് ഡിലീറ്റ് തന്നു ഞാൻ. പക്ഷേ അതിൻ്റെ ഓൾറെഡി ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കാര്യം. അപ്പോൾ അങ്ങനെ എനിക്ക് ഒറിജിനൽ ബില്ല് എൻ്റെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം വേറെ ബില്ലൊരു കാര്യമില്ല, വേറെ ബില്ലിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് 15 ദിവസത്തെ വാറണ്ടി മാത്രമല്ലോ. അതിൽ ആ ബില്ലുണ്ട് 10 പൈസയുടെ ഗുണമല്ലേ ഇത്. ആ ബില്ല് കൊണ്ട് ഒപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ലീഗൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പണിയാക്കാൻ പറയും. അത് ഒഫീഷ്യൽ ഇൻവോയ്സ് അല്ല. ഒഫീഷ്യൽ ഇൻവോയ്സ് നിങ്ങൾ ഒറിജിനലി വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ സിം നമ്മളിപ്പോഴത്തെ ഈ IMEI നമ്പറായിട്ട് സിം ലിങ്കിങ് ഒന്നും ഇപ്പം ഇല്ല, ഇപ്പോഴല്ല പണ്ടുമില്ല. അത് നമ്മൾ സിം മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ആ ലിങ്കിങ് പരിപാടികളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ സിം വെച്ചിട്ടൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഒപ്പോൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും സേഫ് സൈഡ് ഇൻവോയ്സ് വാങ്ങിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ പോലീസ് അതിൻ്റെ അക്കൗണ്ട് എടുത്ത് അതിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് അത് നോക്കാനൊന്നും പോകുന്നില്ല. പണി വന്നാൽ പണി ഒന്നും ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക്കിൽ വാങ്ങിക്കാം, അല്ലാണ്ട് വാങ്ങിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ റിസ്ക്. വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ ബില്ല് കൂടി വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. വാറണ്ടീൻ്റെ ഇഷ്യൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ചിലപ്പോൾ വാറണ്ടി കിട്ടിയെന്ന് വെച്ചാൽ ഒന്നാമത് ഒപ്പോനും ഇതിനൊക്കെ ഈ വാറണ്ടി കാർഡെന്നും പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ വാറണ്ടി ഈ ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഈ ഒപ്പോയിൽ ഈ വാറണ്ടി എന്നല്ല വേറെ എന്തോ പേരാണ്, ഞാൻ മറന്നുപോയി. ഈ വാറണ്ടി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കാണില്ല, അത് ആക്റ്റീവാണോ അത്രയോളം കാണിക്കുള്ളൂ. എല്ലാത്തിലും ഉണ്ട്. ഈ വാറണ്ടി കാർഡാണ് ഇതിൽ പേര് വരുന്നത് കണ്ടു. ഇങ്ങനെ ഒരു ആക്റ്റീവാന്ന് മാത്രം കാണിക്കുക, അത്രേ ഉള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് വിവോയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണിക്കാം, അതിൻ്റെ IMEI നമ്പർ കാണിക്കാം. അപ്പോൾ IMEI നമ്പർ ബ്ലർ ചെയ്യേണ്ടി വരും. എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ സാംസങ്ങിൽ കുറച്ച് പണിയാണ്, അത് നമ്മുടെ ഐഫോണിലും ഉണ്ട്, മോട്ടോറോളയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് പോട്ടാ. അത് നമ്മുടെ എനിക്ക് തോന്നുന്നത് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം കൺസിഡർ ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു OnePlus 13 എടുക്കണമെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് ഈ പ്രൈസിൽ ഇപ്പോൾ കിട്ടും, 60-65 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഇതെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതെടുക്കുകയാണെങ്കിൽ പറയുള്ളൂ. എന്ന് വെച്ചാൽ OnePlus 13 ക്യാമറ കുറച്ച് ഷോക്കാണ്, ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഷോക്കാണ്. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ സൈഡ് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ അതൊരു എന്താ അതിൻ്റെ ഡിസൈൻ പറയാതാ OnePlus 13 ഓൾറെഡി ഇപ്പോൾ 15 നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഡിസൈനാണ്. ഒപ്പം ഈ OnePlus ഒക്കെ OnePlusൻ്റെ ഇപ്പോൾ ഫുള്ളി കൺട്രോൾ ഇപ്പോൾ ഒപ്പോൻ്റെ കയ്യിലാണല്ലോ. ഈ ഡിസൈനാണല്ലോ നമുക്ക് പോകാൻ നിൽക്കുന്നത് OnePlus 15. അപ്പോൾ അതൊരു പഴയ മോഡലായി പോകും. അപ്പോൾ നമ്മളിപ്പോൾ റീസെൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് വില കുറയും. അറിയാമല്ലോ, ഒരു ഈ എന്താ പറയുക ഒരു എഡിഷൻ പഴയതാ, ഡിസൈനും പഴയതാ. അപ്പോൾ ചിലപ്പോൾ ഡിമാൻഡ് കുറയാം, അതുപോലെ തന്നെ വിലയും കുറയാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് Oppo Find X ആണെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ടൈമിൽ ഇതേ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഡിസൈൻ പഴയതാവണമെന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഓവറോൾ ഇത്രയും ദിവസം നമ്മളിത് മെയിൻ ഫോണായിട്ട് അല്ലാന്ന് യൂസ് ചെയ്യുന്നത് വേറെ കാര്യം. അപ്പോൾ ഇയർ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു റേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ടെക്കിൻ്റെ എല്ലാം ഇതേപോലത്തെ ഈ അൾട്രാതൈൻ കേസുകളാണ്. ഈ വിവോൻ്റെ ഈ അൾട്രാതൈൻ കേസ് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ നല്ലതാണ്, കറക്റ്റ് ഫിറ്റാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ആയാലും കറക്റ്റ് ഫിറ്റാണ്.
പക്ഷേ വിവോൻ്റെ ചില ആ ക്യാമറ ലേഔട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആപ്റ്റല്ല. ഇത് ആമസോണിലൊക്കെ ഉണ്ട് ഈ സാധനം, 250 രൂപ സംതിങ് റേഞ്ചിൽ വരുന്നുള്ളൂ ഈ കേസ്. ബാക്കി ഓൺലൈൻ സൈറ്റിൽ ഒന്നും വാങ്ങിക്കേണ്ട, അതൊക്കെ കത്തിയാണ്. 250 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടും. ഈ റിസോണി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ഒന്നും വാങ്ങിക്കേണ്ട. ഇതേ സെയിം താണെന്ന് ഒരു വ്യത്യാസമില്ല. ബ്രാൻഡിങ് പോലും എന്ന് വെച്ചാൽ അവരൊക്കെ ഒരു ചൈനീസ് സാധനം വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതാണ്. അതിൽ 900 രൂപ 600 രൂപയ്ക്കാണ് റിസോണിയും. അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്, പേര് മറന്നുപോയി. ഇത് സെയിം സാധനം ആദ്യം ആമസോണിൽ നിന്നാൽ ആമസോണിൽ ഇപ്പോൾ മിക്ക ബ്രാൻഡുകളിലും ഇപ്പോൾ വിവോൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ വിവോൻ്റെ ആമസോണിൽ വാങ്ങിച്ചില്ല ഉണ്ടായിരുന്നു. അതിൽ 250 രൂപ 250 രൂപ അങ്ങനെ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ അതിന് വാങ്ങിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് Oppo Find X9 ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി ആഫ്റ്റർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അഞ്ഞ് ലാഗ് ആക്കുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാലോ, സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.